നമസ്കാരം. മുഖ്യന്റെ പിറന്നാൾ ഇന്ന്, സർക്കാരിൻ്റേത് നാളെയും. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. മുഖ്യമന്ത്രി പിണറായിയുടെ ജന്മദിനമാണിന്ന്. സർക്കാരിൻ്റെ ഒന്നാം പിറന്നാളിൻ്റെ തലേന്നാൾ. കഴിഞ്ഞ വർഷം മെയ് 25-നാണല്ലോ പിണറായി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. കഴിഞ്ഞ കൊല്ലം പിണറായി തന്നെയാണ് സ്വന്തം പിറന്നാൾ ദിനം പ്രഖ്യാപിച്ച് ലഡു നൽകിയത്. ഇത്തവണ പക്ഷേ ലഡുവൊന്നും ഇല്ലെന്നു മാത്രം. ബഹുമാന്യായ മുഖ്യമന്ത്രിയുടെ ജന്മദിനമാണിന്ന്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ ആശംസകളിൽ സഭ ഒന്നാകെ ചേരുന്നു. ലഡു 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 എന്ത് വകയാണെന്ന് പറയാൻ കഴിയും ആർക്കെങ്കിലും? ഇന്നാണ് എൻ്റെ പിറന്നാൾ. കുഞ്ഞു പാവയ്ക്കുന്നല്ലേ നല്ല നാള് പിറന്നാള്. അത് ഇതേവരെ രഹസ്യമായിട്ട് വെച്ചതാണ്. പലരും എന്നോട് ചോദിച്ചിരുന്നു എപ്പോഴാണ് യഥാർത്ഥ പിറന്നാൾ. കുഞ്ഞു പാവയ്ക്കുന്നല്ലോ പിറന്നാള്. ഔദ്യോഗിക രേഖ അനുസരിച്ച് 21/3/44 മുഖ്യമന്ത്രിക്ക് ഞാനും ജന്മദിന ആശംസകൾ നേരുന്നു. നിയമസഭയുടെ വജ്ര ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് സഭയിലെ പാട്ടുകാർ ഒത്തുകൂടി. ആസ്ഥാന ഗായകൻ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനാണ് തൻ്റെ മധുര മനോഹര ശബ്ദത്തിൽ ആദ്യം പാടിയത്. തുറമുഖ വകുപ്പിലെ ആകെയുള്ള പണി വിഴിഞ്ഞത്ത് അദാനി നടത്തുന്നതിനാൽ മന്ത്രിക്ക് ഗാനമേളയ്ക്ക് ധാരാളം സമയം കിട്ടാറുണ്ട്. വിഴിഞ്ഞം തുറമുഖ കരാറിനെ CAG നന്നായി കശക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ ചിരിക്കണോ കരയണോ എന്നറിയാത്ത മാനസികാവസ്ഥയിലാണ് മന്ത്രി പാട്ടുപാടാൻ എത്തിയത്. ഇടവേള നേരത്ത് നിങ്ങളുടെ ചില ഇഷ്ടഗാനങ്ങൾ എന്റെ ഹാർമോണിസ്റ്റ് തങ്കപ്പൻ ഇവിടെ അവതരിപ്പിക്കുന്ന ക്ഷമിക്കണം, കാഥികന് തെറ്റിപ്പോയതാണ്. ഞാൻ വെറും തങ്കപ്പനല്ല, മനോജ് കുമാറാണ്. സിനി ഫെയിം, റേഡിയോ ഫെയിം. സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. രാത്രികൾ പകലുകളാക്കി, പകലുകൾ ഗാത്രികളാക്കി ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടുമറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃശ്ചികം മാത്രമാണ്. ഞാൻ തുടങ്ങട്ടെ. വെറൈറ്റി ആണ്. എട്ടിപ്പിടിക്കാം. കിട്ടേ. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. മഹാരാജ ഒരു മെലഡി ഉണ്ടാക്കുക, കേൾക്കുമ്പോ തന്നെ മനസ്സിങ്ങനെ മെൽറ്റായിട്ട് പോകുന്നൊരു അനുഭൂതി ഉണ്ടാക്കുക പ്ലീസ്. കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ കുളിർ കൊരുന്ന ഒരു ഐറ്റം ഉണ്ട്. പാടട്ടെ? പാട്. സംഗതി ടോപ്പ് ആയിട്ടില്ല, നമ്മൾ വിടൂല്ലോ.
വെറൈറ്റി അല്ലേ? MK മുനീർ കലാകാരനും ഗായകനും ആണെന്നതിൽ ആർക്കും സംശയമുണ്ടാകില്ല. PK കുഞ്ഞാലിക്കുട്ടിക്ക് പകരം ലീഗിൻ്റെ നിയമസഭാ കക്ഷി നേതാവിൻ്റെ സ്ഥാനം ഏറ്റെടുത്തതിനാൽ വർദ്ധിച്ച ഉത്തരവാദിത്വത്തോടെയായിരുന്നു മുനീറിൻ്റെ ഗാനാലാപനം. സംഗീതം പഠിക്കണമെന്നുള്ള മോഹവുമായി ഞാൻ ചെന്നുവിട്ടത് ഒരു സിംഹത്തിന്റെ മരല ഉസ്താദ് അലവലാദിഖാൻ. ഒടുവിൽ ഗുരുവിന്റെ അണ്ണാക്കിൽ ഒരു വീട് മണൽ വാരിയിട്ട് കാബേജ് രാഗത്തിൽ ഞാൻ കിച്ചി കിച്ചി. ഹോ ബൈ ദ വേ, ഞാൻ വിഷയത്തിൽ നിന്നും തെന്നുമാറിയോ? വേറെ സുഭാഷ് സുഭാഷ് 1 2 3 4 ഇന്ദ്രരത്തം ഹായ് ഇന്ദ്രരത്തം. ഗുരുവായൂരപ്പന്റെ നാട്ടിൽ നിന്ന് വരുന്ന MLA KV അബ്ദുൽ ഖാദർ ഗംഗാ യമുന സംഗമ സമതല ഭൂമി എന്ന പാട്ടുമായെത്തി കടന്നപ്പള്ളിക്കും മുനീറിനും കടുത്ത വെല്ലുവിളി തന്നെ ഉയർത്തി. അബ്ദുൽ ഖാദറിനൊപ്പം നിയമസഭാ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരും കൂടി. ഓട്ടപാത്രത്തിൽ ഞണ്ടു വീണാലൊടലൊടലൊടല, മഴ പെയ്തു വെള്ളം വീണാൽ ജല 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 ജ. നല്ല മൂടല്ലേ? ചലച്ചിത്ര ഗാന ലോകത്തിന് വേണ്ടി നമ്മളൊരു സൽക്കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവനെയൊക്കെ കൊന്നുകളഞ്ഞേക്ക്. IAS ഉദ്യോഗസ്ഥർ തമ്മിലുള്ള അടി തീർന്നു എന്ന് വിചാരിച്ചപ്പോൾ ഇതാ കൃഷി വകുപ്പിൽ അടിപൊട്ടി. പ്രിൻസിപ്പൽ സെക്രട്ടറി രാജു നാരായണസ്വാമിയും ഡയറക്ടർ ബിജു പ്രഭാകരും തമ്മിൽ. ഒരാളുടെ IAS വ്യാജം എന്നുവരെ സീനിയറിന് സംശയം. മഹാനായ ഉദ്യോഗസ്ഥന് വിശ്വാസമില്ലെങ്കിൽ താൻ നിൽക്കുന്നില്ലെന്ന് ജൂനിയർ ഉദ്യോഗസ്ഥനും. പണ്ട് ബസ് സ്റ്റാൻഡിൽ എന്ന് പറഞ്ഞ് കശുവണ്ടി വിട്ടോണ്ടിരുന്ന സമയത്ത് അവന്റെ പേരിലൂടെ പ്രഭു എന്നില്ലായിരുന്നു, വെറും പ്രഭാകരനായിരുന്നു. വാ ശരി തന്നെടേ, ഞാൻ 10 പൈസക്ക് അണ്ടിപ്പരിപ്പുകൾ വിറ്റ് നടന്നിട്ടുണ്ടേ. അന്ന് എന്റെ കൂടെ നീ ഉണ്ടായിരുന്നല്ലേ കാച്ചിലിട്ട് വിൽക്കാൻ. ശ്രീ ബിജു പ്രഭാകരൻ IAS പൂർണ്ണമായും വ്യാജമാണെന്ന് തെളിയിക്കുന്ന എല്ലാ രേഖകളും എന്റെ മുന്നിൽ ഹാജരാക്കപ്പെട്ടിട്ടുണ്ട്. ആ രേഖകളെയാണ് ബിജു പ്രഭാകരൻ ഭയപ്പെടുന്നത്. കൺവിൻസ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ ഞാൻ പോയി ഒരാളെ പോയിട്ട് അയ്യോ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണോ അല്ലെങ്കിൽ ഇതല്ല. ഞാൻ ചെയ്യുന്നത് ബോണഫൈഡ് ആണെന്ന് വിശ്വസിച്ചിട്ടുള്ള സെക്രട്ടറിമാരാണ് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളത്. അവരുടെ ഉദ്ദേശം കൃഷി വകുപ്പ് സെക്രട്ടറിയുടെ കസേരയാണ്. എനിക്ക് കസേര ഒരു പ്രശ്നമല്ല, പക്ഷേ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന് അത് ആരായാലും ശരി അന്ത്യം വരെ ഞാൻ പോരാടുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏത് കാര്യത്തിന് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് അഴിമതി കാണിക്കാനാണെന്നുണ്ടെങ്കിൽ ഈ പൊസിഷൻ ഇരുന്നുകൊണ്ട് പറ്റും. അതിന്റെ ആവശ്യമൊന്നുമില്ല. APCക്ക് ഒരു പരാതി തന്നാൽ APC എന്താ ചെയ്യുക? ബന്ധപ്പെട്ട ഫയലുകൾ വിളിച്ചു വരുത്തും, അതിൽ ക്രമക്കേടുണ്ടോ എന്ന് പരിശോധിക്കും. ഇയാള് ചിലപ്പം ഞാൻ ഫയൽ ചോദിച്ചു കഴിഞ്ഞാൽ തരത്തില്ല, അല്ലെങ്കിൽ ഇയാൾ എന്തെങ്കിലും കൃത്രിമം കാണിക്കും എന്ന് ഒരു സംശയം അവിടെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഫയൽ. അതാണ് ഇവിടുത്തെ പ്രശ്നം. നീ പോക്കരത്തരം പറഞ്ഞാൽ ഞാൻ തെണ്ടിത്തരം പറയും. നിനക്കെന്നെ അറിഞ്ഞൂടാ, നീ കൂടുതൽ ആളാവില്ല കേട്ടാ. അയ്യോ ഇത് അസംബ്ലിയേക്കാൾ മോശമായല്ലോ. മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശകയും കൃഷി വകുപ്പിന് കീഴിലെ ഹോർട്ടികോർപ്പും തമ്മിൽ എന്തെങ്കിലും കുടുംബ ബന്ധമുണ്ടോ? കൃഷി വകുപ്പിലെ 2 IAS ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചക്കളത്തി പോരാട്ടത്തെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നതിനിടെ VD സതീശൻ ഇങ്ങനെ കാടു കയറിയപ്പോൾ സ്പീക്കർ ഇടപെട്ടു. സ്പീക്കറും പ്രതിപക്ഷാംഗങ്ങളും തമ്മിലുള്ള ഉരസലിലാണ് അത് കലാശിച്ചത്. ആനയറയിലെ ജില്ലാ സംഭരണ കേന്ദ്രം ഹോർട്ടികോർപ്പിന്റെ മന്ത്രി സന്ദർശിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറി കണ്ട് മന്ത്രി ഞെട്ടി. ഉടൻ തന്നെ നടപടിയെടുത്തു. ഹോർട്ടികോർപ്പിന്റെ MDയെയും 2 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും സസ്പെൻഡ് ചെയ്തു. വന്നുകൊണ്ടിരിക്കുന്നത് കർണാടകയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായ ഗീതാ ഗോപിനാഥിന്റെ അച്ഛൻ ഗോപിനാഥ് അയക്കുന്ന പച്ചക്കറികളാണ് അവിടെ നിന്ന് വന്നത്. സാർ, ഈ ഗോപിനാഥിന് കറക്റ്റ് പേയ്മെന്റ് ആണ്, ഒറ്റ പൈസ ബാക്കിയില്ല. പക്ഷെ സാർ ഇവിടെ പാവപ്പെട്ട വട്ടവടയിലെ സൊസൈറ്റിക്കാർ അവിടെ സാധനങ്ങൾ കെട്ടിക്കിടക്കുകയാണ്, പച്ചക്കറികൾ കെട്ടിക്കിടക്കുകയാണ്. അവർക്ക് കൊടുക്കാൻ പൈസ കൊടുക്കുന്നില്ല. 6 മാസമായി 8 മാസമായി അടിയന്തര പ്രമേയത്തിന് IAS ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള തർക്കല്ലേ? വകുപ്പിലെ അഴിമതി എല്ലാം ആ വിഷയത്തിൽ ഒതുങ്ങി സംസാരിക്കും. അങ്ങനെ ഒരു
ആ ഇടപെടൽ നടത്തുന്നത് ശരിയല്ല. അങ്ങ് ഏത് കാര്യം അങ്ങേക്ക് സംസാരിക്കാം, പക്ഷെ തന്ന നോട്ടീസുമായി നല്ല നോട്ടീസ് അങ്ങ് വായിച്ചു നോക്ക്. ഒരു മെമ്പർ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ വസ്തുത സമർത്ഥിക്കാനായി ചില കാരണങ്ങൾ ഉന്നയിക്കേണ്ടി വരും, ചില കാര്യങ്ങൾ ഉന്നയിക്കേണ്ടി വരും. അതിനെ അങ്ങടെ ഇടപെടലാണ് ഇപ്പൊ ഈ പ്രശ്നം ഇവിടെ പ്രകോപനം ഉണ്ടാക്കിയത്. ഈ ചട്ടത്തിലെ വേറെ വകുപ്പുകളുണ്ട് കേട്ടോ. സ്പീക്കറെ ഇങ്ങനെ ഭീഷണിപ്പെടുന്നത് ശരിയായ രീതിയല്ല. ആണ്ടി വലിയ അടിക്കാരനാണെന്ന് ആണ്ടി തന്നെ പറയേണ്ടി വരും. കാരണം മറ്റാരും അത് പറയില്ല. ഉദ്യോഗസ്ഥരെ വിരട്ടുന്ന ആണ്ടിയായ മുഖ്യമന്ത്രി വലിയ അടിക്കാരനാണെങ്കിലും ഉദ്യോഗസ്ഥർക്ക് പേടിയൊന്നുമില്ലെന്നാണ് വി ഡി സതീശൻ സമർത്ഥിക്കാൻ ശ്രമിച്ചത്. ആണ്ടി അടിക്കാരനല്ല, വിടുവായക്കാരനാണെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടിയും. ചുരുക്കത്തിൽ അടിയന്തര പ്രമേയത്തിൽ നിറഞ്ഞത് അടിക്കാരനായ ആണ്ടി. നാട്ടിൻപുറത്ത് ഒരു വർത്തമാനമുണ്ട് സാർ. എന്താ പറയുന്നത്? ആണ്ടി വലിയ അടിക്കാരനാണ്, ആണ്ടി എല്ലാവരെയും വിരട്ടും, എല്ലാവർക്കും ആണ്ടിയെ ഭയങ്കര പേടിയാണ്. ആരാണ് പറഞ്ഞത്? ആണ്ടി തന്നെയാണ് ഇത് പറഞ്ഞത്. അല്ലാതെ ഇത് വിരട്ടുന്നതോ പേടിപ്പിക്കുന്നതോ ഒന്നും അവരെ ഏശുന്നില്ല. സർക്കാർ പറയുന്നത് കേൾക്കാത്ത ഒരു ഉദ്യോഗസ്ഥനും അവിടെ ഇരിക്കില്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഇന്നലെ ഈ 2 ഉദ്യോഗസ്ഥന്മാർ പത്രത്തിലും TV ചാനലിലും തോന്നിയ പോലെ പറയൂ. ആണ്ടിയെ മാതൃകയാക്കണ്ട. അങ്ങനെയുള്ള വിടുവായന്മാർ പലരും നമ്മുടെ നാട്ടിലുണ്ടാകാറുണ്ട്. ഈ വിടുവായന്മാർക്കുള്ളൊരു ഏറ്റവും വലിയ പ്രത്യേകത, അവര് എന്താണോ ഉദ്ദേശിക്കുന്നത് അതല്ല പറയുക, മറ്റു കാര്യങ്ങൾ പറയാനാണ്. ആണ്ടിയെ മാതൃകയാക്കാൻ ബഹുമാനായ വി ഡി സതീശനും പുറപ്പെടുന്നുണ്ടോ എന്നൊരു സംശയമാണ്. ഈ ആണ്ടിയതാ പറഞ്ഞത്, അത് ചാണ്ടി വേറെ, ഇതാണ്ടിയാണ് പറഞ്ഞത്. സർക്കാരിൻ്റെ 1ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി വിവാദ മഹോത്സവം. ഇടവേളയ്ക്ക് ശേഷം. എല്ലാവർക്കും എന്ന പോലെ എനിക്കും എൻ്റെ കുടുംബം വലുതാണ്. അത് തകരാതിരിക്കാൻ ഞാൻ എന്തും ചെയ്യും. അവിടെ എൻ്റെ മുന്നിൽ ശരികൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളോട് പൊറുക്കണം. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല.